നമസ്കാരം. ഓർമ്മയുണ്ടോ, കുറച്ചു നാൾ മുമ്പ് നമ്മുടെ കൊച്ചു മാലദ്വീപ് ഇന്ത്യയെ തള്ളിപ്പറഞ്ഞതും നമ്മുടെ സൈന്യത്തോട് പോയി പണി നോക്കാൻ പറഞ്ഞതും ഒക്കെ? അന്ന് അവർക്ക് ചൈനയായിരുന്നു എല്ലാം. ഇന്ത്യയെ വേണ്ട, ഇന്ത്യൻ ടൂറിസ്റ്റുകളെ വേണ്ട, എല്ലാം ചൈന നോക്കിക്കോളും എന്ന് പറഞ്ഞവർക്ക് എന്തു പറ്റി എന്നറിയണ്ടേ? വെറും ദിവസങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ നിലപാടുകൾ എങ്ങനെ തലകീഴായി മറിയുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. അഹങ്കാരത്തിന്റെ നാളുകൾ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് 2023 അവസാനത്തോടെയും 24 തുടക്കത്തിലുമൊക്കെ മാലദ്വീപിൽ ഉയർന്നു കേട്ടൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു: ഇന്ത്യ ഔട്ട്. മാലദ്വീപിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ എന്നാരോപിച്ചായിരുന്നു അന്നത്തെ പ്രതിപക്ഷം ഈ പ്രചാരണം നടത്തിയത്. എന്നാൽ ഈ പ്രചാരണം ഒരു കൊടുങ്കാറ്റായി മാറിയത് മുഹമ്മദ് മുയിസ് പ്രസിഡന്റായി അധികാരമേറ്റതോടെയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്ന് ഇന്ത്യയെ മാലദ്വീപിൽ നിന്നും പുറത്താക്കും എന്നായിരുന്നു. അധികാരത്തിലേറിയതിന് പിന്നാലെ മുയിസ് തന്റെ നിലപാട് വ്യക്തമാക്കുകയും മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരെ എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം ചൈനയുമായി മാലദ്വീപ് കൂടുതൽ അടുക്കുകയും ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും ചെയ്തു. ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ള പരിഹാസങ്ങളും പ്രസ്താവനകളും മാലദ്വീപ് നേതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. നമ്മുടെ ലക്ഷദ്വീപിനെ ടൂറിസം കേന്ദ്രമായി പ്രോത്സാഹിപ്പിച്ചപ്പോൾ മാലദ്വീപ് മന്ത്രിമാർ ഇന്ത്യക്കാർക്കെതിരെ നടത്തിയ മോശം പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾക്കും വഴിവെച്ചു. ഇന്ത്യൻ ടൂറിസ്റ്റുകൾ മാലദ്വീപിൽ നിന്നും പിൻവാങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോഴും നമ്മൾ ഇന്ത്യക്കാർ ക്ഷമയോടെ കാത്തിരുന്നു. കാരണം നമുക്കറിയാമായിരുന്നു സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന്. മാലദ്വീപിന് ചൈനയുടെ സഹായം മതി, ഇന്ത്യയെ വേണ്ട എന്നൊരു നിലപാടായിരുന്നു അന്ന്. കാലം കാത്തുവെച്ച മറുപടി എന്തായിരുന്നുവെന്നാൽ, ചൈനീസ് കടക്കെണിയും സാമ്പത്തിക ഞെരുക്കവും ആരുടെ കൂടെ നിൽക്കണം, ആരെ തള്ളിപ്പറയണം എന്നതിനെ കുറിച്ച് മാലദ്വീപിന് ഒരു തിരിച്ചറിവുണ്ടായത് അധികം വൈകാതെയാണ്. ചൈനയുടെ കടക്കെണി തന്ത്രം അത്ര സുഖകരമല്ലെന്ന് അവർക്ക് പതിയെ മനസ്സിലായി. ചൈനയുമായി ഒപ്പുവെച്ച വൻകിട പദ്ധതികൾ മാലദ്വീപിന്റെ പൊതുകടം ക്രമാതീതമായി ഉയർത്തി. സാമ്പത്തികമായി അവർക്ക് പിടിച്ചു നിൽക്കാനേ കഴിഞ്ഞില്ല. രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗമായ ടൂറിസം ഇന്ത്യക്കാരുടെ പിന്മാറ്റത്തോടെ വലിയ തിരിച്ചടി നേരിട്ടു. പ്രതിരോധ മേഖലയിൽ പോലും ചൈനയുമായുള്ള സഹകരണം അവർക്ക് വലിയ സാമ്പത്തിക ഭാരമായി. എങ്ങും ഇരുട്ട്. നിജച്ചെലവിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പണം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് അവർക്കൊരു വെളിച്ചം കണ്ടത്. അതെ, നമ്മുടെ സ്വന്തം ഇന്ത്യ. അത് തന്നെ വേണ്ടി വന്നു അവസാനം. അതായത് അവസാനം സംഭവിച്ചത് എന്താണെന്നാൽ, കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ അതേ മാലദ്വീപ് ഇന്ന് നാണമില്ലാതെ നമ്മുടെ ഇന്ത്യയുടെ കാൽക്കൽ വീണ് കരയുകയാണ്. അതെ, സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ ഇന്ത്യയുടെ മുന്നിലെത്തി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്ന ഏറെ നാളത്തെ അസ്വസ്ഥതകൾക്ക് മഞ്ഞൊരുക്കം നൽകി. ഇന്ത്യ മാലദ്വീപിന് 4850 കോടി രൂപയുടെ വായ്പാ സഹായം പ്രഖ്യാപിച്ചു. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മാലദ്വീപിന്റെ ഏറ്റവും വിശ്വസ്ത സുഹൃത്തായതിൽ ഇന്ത്യ അഭിമാനിക്കുന്നു എന്ന്. കണ്ടോ, നമ്മൾ ഇന്ത്യക്കാർ അങ്ങനെയാണ്. ആര് തള്ളി പറഞ്ഞാലും ആപത്തിൽ കൂടെ നിൽക്കും. ഈ സാമ്പത്തിക സഹായത്തിന് പുറമെ വ്യാപാരം, പ്രതിരോധം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ സഹകരണം ഏകീകരിക്കുന്നതിലും ഇരു നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടിക്കായി പ്രവർത്തിക്കുമെന്നും സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ചു. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയും ചൈനയും നിർണായക പ്രാധാന്യത്തോടെ കാണുന്ന രാജ്യമാണ് മാലദ്വീപ്. ഈ സഹായം മാലദ്വീപിന് സാമ്പത്തികമായി ഒരു വലിയ ആശ്വാസം നൽകുമെന്നതിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് ആ കഥ. അഹങ്കാരം കാണിച്ചവർക്ക് അവസാനം തലകുരിക്കേണ്ടി വന്നു. ഇന്ത്യയുടെ ശക്തിയും സൗഹൃദവും പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളോടുള്ള നമ്മുടെ സമീപനം ഒരിക്കൽ കൂടി ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. മാലദ്വീപിന് ഇതൊരു പാഠമായിരിക്കും. ആരെ തള്ളിപ്പറയണം, ആരെ ചേർത്ത് പിടിക്കണമെന്ന് ഇനിയെങ്കിലും അവർക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.